യുഎഫ നാഷണൽ ലീഗിൽ ക്വാർട്ടർ ഫൈനൽ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് സെമി ഫൈനൽ പോർച്ചുഗൽ ജർമ്മനിയെ നേരിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ സ്പെയിൻ ഫ്രാൻസിനെ നേരിടാൻ പോവുകയാണ്. ജർമ്മനി വിയസ് പോർച്ചുഗൽ മത്സരത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പോർച്ചുഗൽ വിയസ് ഡെൻമാർക്ക് മത്സരത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ, പോർച്ചുഗൽ ടീമിന് പറ്റിയ ഒരുപാട് മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് റഫേലിയോ പറ്റിയാണ്. അദ്ദേഹം നല്ലൊരു സ്പീഡിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. നല്ല രീതിയിൽ ബോൾ എടുത്തുകൊണ്ട് വിങ്ങിൽ നിന്ന് ഓപ്പണിംഗ് പോസ്റ്റിന്റെ അതുവരെ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നല്ലൊരു പാസോ അല്ലെങ്കിൽ നല്ലൊരു ഷോട്ട് ഓൺ ടാർഗറ്റോ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരുപാട് പൊസിഷൻ ലോസ്റ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് കളിയിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് ഹോം മാച്ചിൽ സെക്കൻഡ് ഹാഫിന് ശേഷം അദ്ദേഹത്തെ സബ് ചെയ്യപ്പെട്ടത്. അടുത്തൊരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോം മാച്ചിൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഒരുപാട് മിസ്റ്റേക്കാണ് ഡിഫൻസ് ഭാഗത്ത് നിന്ന് പോർച്ചുഗലിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ പറ്റിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് എറിക്സൺ ഗോളാക്കി മാറ്റിയത്. ഹോം മാച്ചിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളാണ് പോർച്ചുഗലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന സെമി ഫൈനലിൽ പോർച്ചുഗൽ വിയസ് ജർമ്മനി മത്സരം വളരെ കഠിനമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. എനിവേ, പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് റോബർട്ടോ മാർട്ടിനസ് അവസാന നിമിഷത്തിൽ ഇറക്കിയ ഫ്രാൻസിസ്കോ ട്രിൻകയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ 2 ഗോളുകളും കിടിലമായിരുന്നു. അദ്ദേഹത്തിന്റെ 2 ഫിനിഷും കിടിലമായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ ഏറ്റവും റൈറ്റിംഗ് കൂടിയ പ്ലെയറും ഫ്രാൻസിസ്കോ ട്രിൻകായ തന്നെയായിരുന്നു. എനിവേ, സെമി ഫൈനൽ പോർച്ചുഗൽ ജർമ്മനിയെ നേരിടാൻ പോവുകയാണ്. ജർമ്മനിയെ സംബന്ധിച്ച് ഇതുവരെ സ്വന്തമാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരു ട്രോഫിയാണ് അവരുടെ അടുക്കിലിരിക്കുന്നത്. പക്ഷേ റൊണാൾഡോയെ സംബന്ധിച്ച് റിട്ടയർ ആവുന്നതിന് മുമ്പ് ഒരു ഇന്റർനാഷണൽ ട്രോഫി കൂടിയും അദ്ദേഹത്തിന് സ്വന്തമാക്കണമെന്നുണ്ട്. അതുകൊണ്ട് പോർച്ചുഗൽ വിയസ് ജർമ്മനി മത്സരം സെമി ഫൈനൽ വളരെ കഠിനമാകുന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ ഈ വീഡിയോ പോർച്ചുഗൽ വിയസ് ഡെൻമാർക്ക് മത്സരത്തിൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. വീഡിയോ ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ, ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മാറ്റ്.